അടുത്ത ക്വസ്റ്റ്യനാണ്. ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങളുടെ തുക 30. ഓക്കെയാണേ. അതുപോലെ തന്നെ എന്താണ് ആദ്യത്തെ 7 പദങ്ങളുടെ തുക 140 എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറയുകയാണ് ആദ്യത്തെ 3 പദങ്ങളുടെ തുക 30 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആദ്യത്തെ 7 പദങ്ങളുടെ തുക എത്ര 140 എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ശ്രേണിയിലെ രണ്ടാം പദം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ സിമ്പിളായിട്ട് ചിന്തിക്കുക. T1 + T2 + T3 എത്ര തന്നിട്ടുണ്ട് 30 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പം അതിൻ്റെ മധ്യപദമാണ് ഏത് T2. അപ്പം T2 ഇൻറ്റു ആ എണ്ണം കൊണ്ട് ഗുണിക്കുമ്പോൾ എന്താണ് ഈ 3 എണ്ണത്തിൻ്റെയും കൂടെ തുക കിട്ടും. അതിൽ നിന്നും രണ്ടാമത്തെ പദം കണ്ടുപിടിക്കാൻ 30/3 ചെയ്താൽ എത്ര കിട്ടും 10 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടിയല്ല. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്രയെന്ന് കിട്ടി 10 എന്ന് ഉത്തരം കിട്ടി. ഓക്കെ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രേണിയിലെ 4-ാം പദം ഏത് എന്നാണ്. ഓക്കെ. അപ്പോൾ നോക്കടാ, നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെന്നാണ് ആദ്യത്തെ 7 പദങ്ങളുടെ കാര്യവും പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ 7 പദങ്ങളുടെ മധ്യപദം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ആ 7 എന്ന് പറയുന്ന എണ്ണത്തിൻ്റെ കൂടെ 1 കൂട്ടിയിട്ട് പകുതി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മധ്യപദം കിട്ടുമല്ലോ. ആ മധ്യപദമാണ് എത്ര 4 എന്ന് നമുക്കറിയാം. എന്നിരുന്നാലും നമുക്ക് കിട്ടാൻ വേണ്ടി നോക്കുവാണ്. അപ്പോൾ നമുക്ക് ഇത് ഒരു ജോഡി T7, T2ഉം T6 ഒരു ജോഡി, T3ഉം T5 ഒരു ജോഡി, പിന്നെ നടുക്ക് ആരെയുള്ളു T4. ഓക്കെയാണേ. അപ്പോൾ 4-ാം പദം, ആ 4-ാം പദമാണ് മധ്യപദം. എണ്ണം എത്ര 7 ആണ്. 7 അതിൻ്റെ തുകയിൽ 140. അപ്പം 4-ാം പദം കണ്ടുപിടിക്കാൻ 140 ഭാഗം എത്ര 7 എത്ര നമുക്ക് 2 0 20 കിട്ടി. ആദ്യത്തെ 3 പദങ്ങൾ ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ. നമുക്ക് T3 കിട്ടി, T1 T2 T3. അതിൽ T2 നമുക്ക് ഓൾറെഡി കിട്ടി. എത്രയെന്ന് കിട്ടി T2 10 കിട്ടി. ഓക്കെ. ഇവിടെ നമുക്ക് T4 അറിയാം. T4 എത്രയെന്നറിയാം 20 എന്ന് അറിയാം. ആദ്യത്തെ 3 പദങ്ങളല്ലേ കണ്ടുപിടിക്കേണ്ടത്. T2വിനോടൊപ്പം 2 വട്ടം പൊതുവ്യത്യാസം കൂട്ടുന്നതല്ലേ 4-ാം പദം. അപ്പം T2 10 എന്നറിയാം. 2D സമം എത്ര 4-ാം പദം 20. ഇതിൽ നിന്ന് 2D സമം 20 - 10 ചെയ്യുമ്പോൾ എത്ര 10 എന്ന് കിട്ടും. D പൊതുവ്യത്യാസം എത്ര 10/2 ചെയ്യുമ്പോൾ എത്ര 5 എന്ന് കിട്ടി. പൊതുവ്യത്യാസം 5 എന്ന് കിട്ടിയല്ലേ. പൊതുവ്യത്യാസം 5 കിട്ടിയോണ്ട് 2-ാം പദം 10 ആണെങ്കിൽ 3-ാം പദം 10ൻ്റെ കൂടെ 5 കൂട്ടുമ്പം 15. 1-ാം പദം 10ൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ എത്ര 5. അപ്പോൾ 5 10 15. ഓക്കെയാണേ. അപ്പോൾ 1ൻ്റെ ആൻസർ 10 എന്ന് കിട്ടി. 2ൻ്റെ ആൻസർ എത്രയെന്ന് കിട്ടി 20 എന്ന് കിട്ടി. 3ൻ്റെ ആൻസർ എത്രയെന്ന് കിട്ടി 5 10 15 എന്ന് കിട്ടി. ഓക്കെയാണേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനാണ്. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 5 പദങ്ങളുടെ തുക എത്രയെന്നുണ്ട് 150 ഉണ്ട്. ആദ്യത്തെ 10 പദങ്ങളുടെ തുക 550. ഓക്കെ. ഇവിടെ നോക്കിക്കോണേ. ആദ്യത്തെ 5 പദങ്ങളുടെ തുക 150 ആദ്യത്തെ 5 പദങ്ങൾ. ഓക്കെ. ആ 5 പദങ്ങളിൽ മധ്യഭാഗത്ത് വരുന്ന പദമാണ് ഏത്. ആദ്യത്തെ 5 പദങ്ങളിൽ മധ്യഭാഗത്ത് വരുന്നതല്ലേ 3-ാം പദം. എങ്ങനെ പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ ഓട് നമ്പർ ആണെങ്കിൽ നമുക്ക് മധ്യപദം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ കൂടെ 1 കൂട്ടിയിട്ട് അതിൻ്റെ പകുതി എടുത്താൽ മതി. അപ്പോൾ 5ൻ്റെ കൂടെ 1 കൂട്ടി അതിൻ്റെ പകുതി എടുക്കുമ്പോൾ എത്ര 6/2 3. അപ്പം മധ്യപദമാണ് 3. ഓക്കെ. അപ്പോൾ മധ്യപദം 3 ആണെങ്കിൽ ആദ്യത്തെ 5 പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 3 ഗുണം എണ്ണം 5 സമയം എത്രയെന്ന് നമുക്ക് അറിയാം 150 എന്നറിയാം. അതിൽ നിന്ന് 3-ാം പദം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 150 ഭാഗം 5 എത്രയെന്ന് കിട്ടും 5 15 30 എന്ന് ഉത്തരം കിട്ടി. അപ്പോൾ 3-ാം പദം കിട്ടിയില്ലേ 30 എന്ന് കിട്ടി. ഇനി നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോണം. 8-ാം പദം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നോക്കടാ, ഈ 8-ാം പദം കണ്ടുപിടിക്കാൻ നമ്മൾ സിമ്പിളായിട്ടൊരു കാര്യം ആലോചിച്ചാൽ മതി. T1 T2 T3 T4 T5 T6 T7 T8 T9 T10. ഇത്രയും തുക എത്രയെന്ന് തന്നിട്ടുണ്ട് 550 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ. ഇതിൽ നമുക്കറിയാവുന്ന കേസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 5 പദങ്ങളുടെ തുക അറിഞ്ഞൂടെ. 5 പദങ്ങളുടെ തുക എത്രയാണെന്നറിയാം 150 എന്നറിയാം. 6 മുതൽ 10 വരെയുള്ള പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ മൊത്തത്തിൽ 550 അല്ലേ. ഈ 6 മുതൽ 10 വരെയുള്ള തുക 550 മൈനസ് 150 സമയം എത്രയെന്ന് കിട്ടും 550 100 പോയി കഴിഞ്ഞാൽ 450 400 എന്ന് ഉത്തരം കിട്ടി. ഓക്കെയാണേ. അപ്പോൾ 6 മുതൽ 10 വരെയുള്ള പദങ്ങളുടെ തുക എത്രയാണ്, അത് 400 ആണ്.
ഓക്കെ, അപ്പോൾ 400 കിട്ടി. അപ്പോൾ ഇതിൻ്റെ മധ്യപദമല്ലേ TH. അപ്പം ഈ പറഞ്ഞ 5 പദങ്ങളുടെ തുക 400 ആയതുകൊണ്ട് മധ്യപദമായ TH ഗുണം എണ്ണം എത്ര 5 സമം എത്ര 400. TH സമം 400 ഭാഗം എത്ര 5 വെട്ടുമ്പോൾ എത്ര 8 5 40 80 എന്ന് ഉത്തരം കിട്ടി. ഓക്കേണേ. അപ്പം നമുക്ക് ഏതൊക്കെ പദങ്ങൾ കിട്ടി? മൂന്നാം പദം കിട്ടി. മൂന്നാം പദം എത്രയെന്ന് കിട്ടി? ഓൾറെഡി നമുക്ക് മൂന്നാം പദം 30 എന്ന് കിട്ടി. അതുപോലെ തന്നെ എട്ടാം പദം എത്രയെന്ന് കിട്ടി? 80 എന്നും കിട്ടി. അപ്പോൾ മൂന്നാം പദം 30ഉം അതുപോലെ തന്നെ എന്താണ് എട്ടാം പദം 80. അപ്പോൾ നോക്കടാ, മൂന്നാം പദത്തിനോടൊപ്പം 5 തവണ പൊതുവ്യത്യാസം കൂട്ടിയപ്പോഴാണ് എത്ര എട്ടാം പദം കിട്ടിയത് അല്ലേ? അപ്പോൾ 3ൻ്റെ കൂടെ 5 വട്ടം പൊതുവ്യത്യാസം കൂട്ടിയാലേ നമുക്ക് 5 6 7 8 എട്ടാം പദം കിട്ടത്തുള്ളൂ. ഇതിൽ മൂന്നാം പദം നമുക്കറിയാം 30. 5D സമം എട്ടാം പദം എത്ര 80 ആണ്. ഓക്കേണേ. ഇതിന് 5D സമം 80 മൈനസ് 30. 80 മൈനസ് 30 ചെയ്യുമ്പോൾ എത്ര എന്ന് വരും? ആൻസർ 50 എന്ന് വരും. D = എത്ര 50 ഭാഗം 5 ഉത്തരം 10 എന്ന് കിട്ടും. ഓക്കെയാണേ. അപ്പം പൊതു വ്യത്യാസം നമുക്ക് എത്രയെന്ന് കിട്ടിയടാ? 10 എന്ന് കിട്ടി. അപ്പം T1 T2 T3 ആദ്യത്തെ 3 പദവിലെ കണ്ടുപിടിക്കേണ്ടത്. T3 നമുക്കറിയാം 30 എന്ന് ഓൾറെഡി അറിയാം. അപ്പോൾ എന്താ 30ൽ നിന്ന് 10 കുറച്ചാൽ എത്ര 20, വീണ്ടും 10 കുറച്ചാൽ എത്ര 10. അപ്പം 10 20 30 ഇതാണെന്ത് ആദ്യത്തെ 3 പദങ്ങൾ. ഓക്കെയാണേ. ഒന്ന് നോക്കട്ടെ അടുത്ത ക്വസ്റ്റ്യൻ. ഒരു സമാന ശ്രേണിയുടെ 11ാം പദത്തിൻ്റെയും 21ാം പദത്തിൻ്റെയും തുക 80 ആയാൽ 16ാം പദം എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു സമാന ശ്രേണിയുടെ 11ാം പദത്തിൻ്റെയും അതുപോലെ തന്നെ 21ാം പദത്തിൻ്റെയും കൂടെ തുക എന്താണ്? 16 അല്ല 80 ആയാൽ അപ്പം 11ാം പദം 21ാം പദം തുക എത്ര 80 ആവുകയാണ്. എന്നാൽ 16ാം പദം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഏതോ രണ്ടെണ്ണം തന്നിട്ട് ഏതോ ഒരു തന്നെ ചോദിക്കുന്നു എന്നൊന്നും വിചാരിക്കേണ്ട. നമ്മൾ ചിന്തിച്ചാൽ മതി. 11ാം പദം മുതൽ 21ാം പദം വരെ. ഓക്കെയാണേ. ഇതിൻ്റെ മധ്യപദമാണോ 16 എന്ന് നോക്കാൻ വേണ്ടി ദാണ്ട് ഈ പൊസിഷൻ ഉണ്ട്. 11ാമത്തെ പൊസിഷനും 21ാമത്തെ പൊസിഷനും അത് രണ്ടും കൂടെ കൂട്ടണം. അതിൻ്റെ പകുതി എടുത്ത് നോക്കിയാണ് 32 ഭാഗം 2 16 എന്നല്ലേ വരുന്നത്. അപ്പോൾ അതായത് മധ്യപദമാണ് ഇത് 16. ഓക്കെയാണേ. മധ്യപദമാണ് 16. അപ്പം മധ്യപദം 16 ആയതുകൊണ്ട് ഇത് ഒരു ജോഡിയുടെ തുകയാണ് അല്ലേ? അപ്പം 16 × 2 ആണ് എത്ര 80. അതിൽ നിന്ന് 16 സമയം എത്ര? അതായത് T16 സമയം 80 ഭാഗം 2 ആൻസർ 40 എന്ന് ഉത്തരം കിട്ടും കേട്ടോ. അപ്പോൾ ഉത്തരം എന്താണ്? ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ 2 പദങ്ങളുടെ തുക തന്നിട്ട് അതിൻ്റെ മധ്യപദം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താണ്? ആ തുകയുടെ പകുതി എടുത്താൽ മതി. വെറുതെ ഒന്നും ചെയ്യേണ്ട. തുകയുടെ പകുതി കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് എന്താണ് സിമ്പിളായിട്ട് ഉത്തരം കിട്ടും. ഇവിടെ ഒരു ക്വസ്റ്റ്യനാണ്. ഒരു പഞ്ചഭുജത്തിലെ കോണുകൾ സമാന്തര ശ്രേണിയിലാണ്. കോണുകൾ വലുപ്പക്രമത്തിൽ എഴുതിയാൽ മൂന്നാമത്തെ കോൺ എന്തായിരിക്കും? ഏറ്റവും ചെറിയ കോൺ അളവ് 40 ഡിഗ്രി ആയാൽ മറ്റ് കോണുകൾ ഏതൊക്കെയാണ്? ഏറ്റവും ചെറിയ കോൺ 36 ഡിഗ്രി ആകുമോ? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെയാണേ. എടാ നമ്മുടെ അടുത്ത് ഇതുപോലെയുള്ള ജോമെട്രിയുടെയൊക്കെ ആന്തരിക കോൺ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷനാണ് n-2 × 180. അതായത് n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ വശങ്ങളുടെ എണ്ണം. ഓക്കെയാണേ. അപ്പോൾ ഇവിടെ എത്ര വശങ്ങളുണ്ട്? പഞ്ചഭുജമായതുകൊണ്ട് 5 വശമുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കടാ 5 - 2 ഗുണം 180. അപ്പോൾ എത്ര 180 ഗുണം 3 540 ഡിഗ്രി. 540 ആണെന്ത് ഒരു പഞ്ചഭുജത്തിലെ കോണുകളുടെ ആകെ തുക ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 540 വരുന്നത്. ഓക്കെയാണേ. ഇത് മനസ്സിലിരിക്കണം. അപ്പം താഴോട്ട് എഴുതുകയാണ്. അപ്പം ഒന്നാമത്തെ ആംഗിൾ 1 ഉണ്ട്, ആംഗിൾ 2 ഉണ്ട്, ആംഗിൾ 3, ആംഗിൾ 4, ആംഗിൾ 5. ഓക്കെ. ആംഗിൾ എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇട്ടേക്കുന്നത് കേട്ടോ, കോണ്. അപ്പോൾ നോക്കിക്കോടാ, ഈ പറയുന്ന 5 എണ്ണത്തിൻ്റെയും കൂടെ തുക എത്രയെന്നാണ് പറഞ്ഞേക്കുന്നത്? 540 എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മൂന്നാമത്തെ ഏത് കോൺ കണ്ടുപിടിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതല്ലേ മൂന്നാമത്തെ കോൺ? 3 എന്ന് പറഞ്ഞാൽ മധ്യപദമല്ലേ മൂന്നാമത്തെ കോൺ. അപ്പോൾ A3 × 5 സമം 540 അല്ലേ? ഇതിന് A3 മീൻസ് മൂന്നാമത്തെ കോൺ. ഓക്കെ. A3 സമം 540 ഭാഗം എത്രയെന്ന് വരും? 5. ആൻസർ എത്ര? 108 ഡിഗ്രി. അപ്പോൾ മൂന്നാമത്തെ കോൺ നമുക്ക് കിട്ടിയ എത്ര? 108 ഡിഗ്രി. ഇതുപോലെ വേറെ നമ്മളത്തെ 7 വശം ചോദിച്ചാലും അല്ലെങ്കിൽ 9 വശം എങ്ങനെയൊക്കെ ചോദിക്കത്തുള്ളൂ. 5 ചോദിച്ചിട്ട് പിന്നെ ഇപ്പോൾ ഉള്ളടത്ത് ചോദിക്കുന്നത് 7 ആയിരിക്കും ചോദിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് 9 വശമായിരിക്കും ചോദിക്കുന്നത് കേട്ടോ.
അപ്പോൾ എന്താണ് ഇങ്ങനെ നമുക്ക് മധ്യപദം അല്ലെങ്കിൽ മധ്യകോൺ കണ്ടുപിടിച്ചിട്ട് എണ്ണം കൊണ്ട് ഗുണിക്കുമ്പോൾ എന്താണ് ടോട്ടൽ ആംഗിളുകളുടെ തുക കിട്ടും. അതിൽ നിന്ന് എന്താണ് മധ്യപദം, അതായത് മൂന്നാമത്തെ അല്ലെങ്കിൽ എന്താണ് അഞ്ചാമത്തെ അല്ലെങ്കിൽ എത്ര നമുക്ക് തന്നിരിക്കുന്ന എണ്ണം വെച്ച് നോക്കിയിട്ട് എത്രാമത്തെയാണ് മധ്യപദം വരുന്നത് ആ ആംഗിൾ കണ്ടുപിടിക്കാം. ഓക്കെയാണേ. ഇനി ക്വസ്റ്റ്യൻ, ഇഫ് ദി സ്മോളസ്റ്റ് ആംഗിൾ ഈസ് 40 ഡിഗ്രി, ഏറ്റവും ചെറിയ കോൺ എത്ര 40 ഡിഗ്രി ആണ്. അപ്പോൾ എന്താണ് മറ്റു കോണുകൾ കണ്ടുപിടിക്കുക. അപ്പോൾ ആകെ എത്ര കോണുകളേ ഉള്ളൂ? 5 കോണുകളേ ഉള്ളൂ. അപ്പോൾ നമ്മളെന്താണ് നമുക്കൊരു എളുപ്പത്തിന് വേണ്ടി നമ്മൾ 3, 4, 5 ഓക്കെയാണ്. ഇത് ഒന്നാമത്തെ കോൺ, ഇത് രണ്ടാമത്തെ കോൺ, ഇത് മൂന്നാമത്തെ കോൺ, ഇത് നാലാമത്തെ കോൺ, ഇത് അഞ്ചാമത്തെ കോൺ. അഞ്ചാമത്തെ കോൺ എപ്പോഴും 108 ഡിഗ്രി തന്നെയാണല്ലോ. ഇതിൽ ഒന്നാമത്തെ കോൺ എത്രയെന്നാണ് പറഞ്ഞേക്കുന്നത്? 40 ഡിഗ്രി. ഇത്രയും നമ്മുടെ അടുത്ത് അങ്ങ് എഴുതണം. ഇപ്പം ഇത് നോക്കുന്ന സമയത്ത് നമുക്കറിയാം എന്താണ് ഈ പറയുന്ന ഒന്നാം പദവും മൂന്നാം പദവും അറിയാമെങ്കിൽ പൊതു വ്യത്യാസം കണ്ടുപിടിക്കുക അല്ലേ. അപ്പോൾ ഒന്നാം പദത്തിനോടൊപ്പം 2 വട്ടം പൊതു വ്യത്യാസം കൂട്ടുന്നതാണ് ഏത്? മൂന്നാം പദം. ഓക്കെ, മൂന്നാം പദം എന്ന് എഴുതിയേക്കും. ഓക്കെ, ഒന്നാം പദം നമുക്ക് എത്ര 40 കിട്ടി. 40 പ്ലസ് 2D. മൂന്നാം പദം എത്ര? 108. അതാ ആംഗിളിന് ഓരോ ഞാൻ മൂന്നാം പദം എന്ന് പറയുന്നതേ ഉള്ളൂ. ഇതിൽ 2D സമം 108 മൈനസ് 40. ഓക്കെ, 2D എന്ന് പറയുമ്പോൾ എത്ര? 108 മൈനസ് എത്രയെന്ന് കിട്ടി? 40 കിട്ടി. അപ്പം 108 മൈനസ് 40 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ആൻസർ 68 കിട്ടും. ഇതിന്ന് D സമം 68 ഭാഗം 2 34. അപ്പോൾ ഇവിടെ നമുക്ക് D എത്ര? 34 കിട്ടി. അപ്പം 40 ഇവിടെ 34 ഇവിടെ കൂട്ടണം, പ്ലസ് 34 കൂട്ടുമ്പോൾ എത്ര കിട്ടി? 74 ഉത്തരം കിട്ടും. അടുത്ത 108, അടുത്ത എത്ര? 142, അടുത്തത് എത്ര? 142 കൂടെ വീണ്ടും 36 കൂട്ടിയാൽ 176. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ. ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ 108 കിട്ടി. രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എത്ര? 40 ഡിഗ്രി, 74 ഡിഗ്രി, 108 ഡിഗ്രി, 142 ഡിഗ്രി, 176 ഡിഗ്രി. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും ചെറിയ കോണളവ് 36 ഡിഗ്രി ആകുമോ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെയാണേ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമ്മൾ ഇതുപോലെ എന്താണ് എഴുതുന്നു? ഡാഷ് 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 ഡാഷ്. ഓക്കെയാണ്. ആദ്യത്തെ 5 എണ്ണം. അപ്പോൾ 5 എണ്ണം നമുക്ക് പഠിക്കാൻ വേണ്ടിയാണ് A1, A2, A3, A4, A5. ഇതിൽ നടുക്ക് വരുന്ന ഏതാണ്? മൂന്നാമത്തത്. അത് 108 ഡിഗ്രി, അതിന് മാറ്റമൊന്നുമില്ല. ഏറ്റവും ചെറുത് 36 അല്ലേ? 36. നമ്മൾ നേരത്തെ കണക്ക് തന്നെ എന്ത് ചെയ്ത് ഈ പറയുന്ന 36 പ്ലസ് എന്താണ് 2D സമം 108. ഇതിന് 2D സമം 108 മൈനസ് 36. 108 മൈനസ് 36 ചെയ്യുമ്പോൾ എത്ര വന്ന് 72 എന്ന് പറഞ്ഞു വരും. D സമം 72 ഭാഗം 2 36. ഓക്കെയാണേ. അപ്പോൾ ഞാൻ ഈ പറയുന്ന 36 പൊതു വ്യത്യാസം എന്ന് കിട്ടി. അപ്പോൾ ഈ 36 കൂടെ വീണ്ടും 36 കൂട്ടുമ്പോൾ ഇവിടെ എത്ര? 72 കിട്ടും. 108 കൂടെ എന്താണ് വീണ്ടും 36 കൂട്ടുമ്പോൾ എത്ര? 144 കിട്ടും. ഇവിടെ എന്താണ് വീണ്ടും കിട്ടുമ്പോൾ 180 കിട്ടും. നമുക്കിങ്ങനെ ഉത്തരം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞ് എഴുതി വെക്കരുത്. ഇവിടെ ഒരു കാര്യം ചിന്തിക്കണം. ഇവിടെ നോക്കടാ, 2 വശങ്ങൾ തമ്മിലുള്ള കോണളവ്. ഓക്കെയാണേ. 2 വശങ്ങൾ, ഇപ്പോൾ ഒരു വശം ഇങ്ങനെ, ഒരു വശം ഇങ്ങനെ. ആ വശങ്ങൾ തമ്മിലുള്ള കോണളവ് ഇതാ ഇങ്ങനെയാണെങ്കിൽ 90. ഇത് ഇപ്പം ഇങ്ങനെ വരയ്ക്കുമ്പോൾ 90 ഡിഗ്രിയാണ്. അത് കുറച്ചുകൂടെ ഇങ്ങോട്ടായി കഴിഞ്ഞാൽ എത്ര? 90 ഡിഗ്രിയേക്കാൾ കൂടുന്നു. വീണ്ടും 90 ഡിഗ്രിയേക്കാൾ കൂടുന്നു. ഇത് ഇങ്ങനെ ആകുമ്പോഴല്ലേടാ 180 ഡിഗ്രി ആകുന്നത്. അപ്പോൾ 180 ഡിഗ്രി ആകുമ്പോഴത്തേക്ക് ആ 2 വശങ്ങൾ എന്താണ് ചേർന്ന് ഒരു സ്ട്രെയിറ്റ് ആയിട്ട് പോകും അല്ലേ. അപ്പം ഈ പറയുന്ന 180 ഡിഗ്രി ആംഗിൾ വരുവാണെങ്കിൽ അതെന്താണ്? ഒരു പെൻറ്റഗണിൽ, ഒരു പഞ്ചഭുജത്തിൽ ഏതാവത്തില്ല? കോണാവത്തില്ല കേട്ടാ. അപ്പോൾ എന്താണ് ഇവിടെ സ്മോളസ്റ്റ് ആംഗിൾ 36 ആകില്ല. ഓക്കെ, 36 ആകില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനാണ്. ഒരു സമാന്തര ശ്രേണിയുടെ ഒന്നാം പദം 5. ഓക്കെയാണ്. ഒന്നാം പദം 5. ആദ്യത്തെ 6 പദങ്ങളുടെ തുക 105. ശ്രേണിയിൽ ആദ്യത്തെ 6 പദങ്ങൾ കാണുക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞെന്താണ്? ഒന്നാം പദം നമ്മുടെ അടുത്ത് 5 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നാം പദം, രണ്ടാം പദം, മൂന്നാം പദം, നാലാം പദം, അഞ്ചാം പദം, ആറാം പദം. ഓക്കെ, അപ്പം 6 പദങ്ങളുടെ തുക എത്ര? 105. ഇവിടെ എത്ര ജോഡി ഉണ്ടോടാ? ഇതാ 1 ജോഡി, 2 ജോഡി, 3 ജോഡി. അപ്പോൾ ഇവിടെ 3 ജോഡികളുടെ തുകയല്ലേ 105? 3 ജോഡികളുടെ തുകയാണ് എത്ര? 105. അതായത് T1ഉം T6ഉം ഒരു ജോഡി, T2ഉം T5 ഒരു ജോഡി, T3ഉം T4 ഒരു ജോഡി. അങ്ങനത്തെ 3 ജോഡികളുടെ തുകയാണ് എത്ര? 105. ഇതിൽ നിന്നും ഒരു ജോഡി, ഒരു പെയറിൻ്റെ തുക, ഒരു ജോഡിയുടെ തുക
105 ഭാഗം എത്ര ചെയ്യാം? 3 ചെയ്യാം. 105 ഭാഗം 3. അപ്പോൾ 105 ഭാഗം 3 ചെയ്യുമ്പോൾ നമുക്ക് എത്രയെന്ന് വരും? 35 എന്ന് വരും. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ പേരുകൾ ഏതൊക്കെയാണ്? T1, T1നോടൊപ്പം എത്ര? T6. അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 35. ഇനി T2, T2നോടൊപ്പം ആര്? T5 കൂട്ടുമ്പോൾ 35. ഇനി T3 ഉണ്ട്. T3യുടെ പേര് എത്ര? T4, 35. കിട്ടിയല്ല? അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ 35 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 105 തന്നെയല്ലോ കിട്ടുന്നത്. ഇതിൽ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ആദ്യത്തെ 6 പദങ്ങൾ കാണുക എന്നല്ലേ. ഇതിൽ ഒന്നാം പദം നമുക്കറിയാം. ഒന്നാം പദം എത്രയെന്ന് തന്നിട്ടുണ്ട്? 5 എന്ന് തന്നിട്ടുണ്ട്. ഒന്നാം പദം നമുക്ക് 5 എന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ഞാൻ T1 + T6 = 35 എടുത്ത് എഴുതുന്നു. അത് T1ന് പകരം 5 കൊടുക്കുന്നു. ആറാം പദം = 35. ഇതിൽ നിന്ന് ആറാം പദം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 35 - 5 എത്ര? 30. അപ്പോൾ ഒന്നാം പദവും കിട്ടി, ആറാം പദവും കിട്ടി. ഓക്കെയാണ്. അപ്പോൾ ഒന്നാം പദം 5 എന്നും കിട്ടി, ആറാം പദം നമുക്ക് എത്രയെന്ന് കിട്ടി? 30 എന്നും കിട്ടി. അപ്പോൾ നമുക്കറിയാം ഒന്നാം പദത്തിനോട് 5 തവണ പൊതുവ്യത്യാസം കൂട്ടുന്നതാണ് എത്ര? ആറാം പദം. ഒന്നാം പദം 5 ആണ്. 5D = 30. ഇതിൽ നിന്ന് 5D = 30 - 5 എത്ര? 25. ഓക്കെ. ഇതിൽ നിന്ന് D കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 25 ഭാഗം 5 കിട്ടും. ഓക്കെയാണേ. അപ്പോൾ നമുക്ക് D എത്രയെന്ന് കിട്ടി? 5 എന്ന് കിട്ടി. അപ്പോൾ ഒന്നാം പദം 5 അല്ലേ. അപ്പോൾ രണ്ടാം പദം എത്ര കിട്ടും? 5ൻ്റെ കൂടെ പൊതു വ്യത്യാസം 5 കൂട്ടിയാൽ 10. മൂന്നാം പദം 15. നാലാം പദം 20. അടുത്ത പദം 25. അടുത്ത 30. അടുത്ത 35. ഇങ്ങനെ ആദ്യത്തെ 6 പദങ്ങൾ കിട്ടത്തില്ലേ? ഇങ്ങനെ എന്ത് ചെയ്യാം? സിമ്പിളായിട്ട് ചെയ്യാം. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, നമുക്കിങ്ങനെ ഒരു സമാന്തര ശ്രേണിയുടെ തുകകൾ തന്നിരുന്നാൽ, ഓക്കെ, ഒരു സമാന്തര ശ്രേണിയിലെ n എണ്ണം പദങ്ങളുടെ തുകകൾ തന്നിരുന്നാൽ അവയെ ജോഡിയാക്കുമോ മധ്യപദം കണ്ടുപിടിക്കുമോ എന്ന് നോക്കാൻ വേണ്ടി ഒരു കാര്യം നോക്കിയാൽ മതി. പദങ്ങളുടെ എണ്ണം നോക്കുക. പദങ്ങളുടെ എണ്ണം ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ, അതായത് ഇരട്ട സംഖ്യയാണെങ്കിൽ അവിടെ ജോഡികളുടെ തുക എടുക്കണം. ഓക്കെയാണ്. എന്നാൽ പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ ഓഡ് നമ്പർ ആണെങ്കിൽ അവിടെ മധ്യപദം എടുത്ത് വേണം നമ്മൾ എന്താണ് കണക്ക് ചെയ്യാൻ. അപ്പോൾ ഇവിടെ നോക്കുക, ഒരു സമാന്തര ശ്രേണിയുടെ 7ാം പദത്തിൻ്റെയും 8ാം പദത്തിൻ്റെയും തുക തന്നിരിക്കണം. 7ാം പദവും 8ാം പദത്തിൻ്റെയും തുക എത്ര? 50 ആണ്. ഇവിടെ ആദ്യത്തെ 14 പദങ്ങളുടെ തുക കാണുക എന്ന് പറഞ്ഞത് നമുക്ക് 14 എണ്ണമാണ്. 14 എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ നമ്മൾ ജോഡിയാണ് എടുക്കുന്നത്, മധ്യപദമാണ് എടുക്കുന്നത്. ഈവൻ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇരട്ട സംഖ്യ വന്നാൽ ജോഡിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഓൾറെഡി ഒരു ജോഡിയുടെ തുകയാണ് നമുക്ക് തന്നിരിക്കുന്നത് 50. അപ്പം ആകെ 14 പദങ്ങളുണ്ട്. ആകെ പദങ്ങൾ എത്ര? 14 ആണ് എങ്കിൽ ജോഡികൾ എത്ര ജോഡികൾ കാണും? 7 ജോഡികളാണുള്ളത് അല്ലേ? 7 ജോഡികളാണുള്ളത്. അപ്പം 7 ജോഡിയുടെയും കൂടെ തുകയാണ് നമ്മൾ കാണുന്നത്. 7 ജോഡിയുടെ തുക കാണണം. ഒരു ജോഡിയുടെ തുക 50 ആണ്. ഓക്കെയാണ്. അങ്ങനത്തെ 7 ജോഡിയുടെ തുക കാണാൻ 50 കൂടെ 7 ചെയ്താൽ പോരെ? 7 5 35, 350. അതാണ് ഇവിടുത്തെ ആൻസർ. നമ്മൾ സിമ്പിളായിട്ട് അങ്ങനെ ആലോചിച്ച് കണക്ക് ചെയ്താൽ മതിയേ. ഒരുപാട് നമ്മൾ T1 മുതൽ T14 വരെയൊക്കെ എഴുതിക്കൊണ്ടൊന്നും ഇരിക്കേണ്ട. അത്ര എഴുതി നമ്മൾ വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നോക്ക്. ആദ്യ പദം 30, ആദ്യത്തെ 3 പദങ്ങളുടെ തുക 300. ഇവിടുത്തെ എന്താണ്? ആദ്യത്തെ 3 പദങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ചെയ്യാം. ആദ്യ പദം T1 എത്ര? 30. ആദ്യത്തെ 3 പദങ്ങളുടെ തുക T1 + T2 + T3. ജസ്റ്റ് ഞാൻ വീണ്ടും ഒന്ന് എഴുതുന്നെന്ന് മാത്രമേ ഉള്ളൂ. 300. ഇതിൽ നിന്ന് മധ്യപദം 2 ഗുണം എത്ര? 3 അല്ലേ 300. ഇതിൽ നിന്ന് മധ്യപദം 2 കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 300 ഭാഗം 3. ആൻസർ എത്ര? 100 എന്ന് വരും. ഓക്കെ. അപ്പം ഒന്നാം പദം എത്ര? 30. രണ്ടാം പദം എത്ര? 100. അപ്പം മൂന്നാം പദം ഇപ്പോൾ ഇവിടുത്തെ പൊതുവ്യത്യാസം 100ൽ നിന്ന് 30 പോയാൽ എത്രയാണ് പൊതുവ്യത്യാസം വരുന്നത്? 70 അല്ലേ വരുന്നത്. 100ൻ്റെ കൂടെ വീണ്ടും 70 കൂട്ടിയാൽ 170. ഇനി നമ്മൾ ഈ പറയുന്ന സംഭവം ശരിയാണോ തെറ്റാണോ എന്നും കൂടെ നോക്കണം. 30 100 കൂടെ കൂട്ടുമ്പോൾ 130, 130 170 കൂടെ കൂട്ടുമ്പോൾ എത്ര? 300. അപ്പോൾ എന്താണ്? ഉത്തരം ശരിയായിട്ട് വന്നു. ഓക്കെയാണേ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. ആദ്യ പദം 30. ആദ്യ പദം 30. ആദ്യത്തെ 4 പദങ്ങളുടെ തുക 300. അപ്പോൾ ആദ്യത്തെ 4 പദങ്ങളുടെ തുക 300 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 4 പദങ്ങൾ. അപ്പം നമ്മൾ ജോഡിയായിട്ട് എടുക്കണോ മധ്യപദമായിട്ട് എടുക്കണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോഡിയായിട്ട്. 4 പദങ്ങൾ എന്ന് പറയുമ്പോൾ 2 ജോഡി. അപ്പോൾ 2 ജോഡിയുടെ തുകയാണ് എത്ര? 300.
ഓക്കെ, അതിൽ നിന്നും ഒരു ജോഡിയുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 300 ഭാഗം 2 150. ഓക്കെ, അപ്പം T1 30 T1 T2 T3 T4. T1-നോടൊപ്പം നിൽക്കുന്ന ജോഡി T4 അല്ലേ? അപ്പം T1 എത്ര? 30. T4 = 150. അപ്പോൾ 30 പ്ലസ് T4 സമം 150. ഇതിൽ നിന്ന് T4 കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 150 മൈനസ് 30 120 എന്ന് കിട്ടും. അപ്പോൾ നോക്കടാ, ഒന്നാം പദം നമുക്ക് എത്രയെന്ന് കിട്ടി? ഒന്നാം പദം 30 എന്നറിയാം. ഇനി 2 3 അറിഞ്ഞുകൂടല്ലോ. ഈ പദം എത്ര? 120. നാലാം പദം 120. അപ്പോൾ ഒന്നാം പദത്തിനോടൊപ്പം പൊതുവ്യത്യാസം എത്ര വട്ടം കൂട്ടുന്നു? 3 വട്ടം കൂട്ടിയാലാണ് നാലാമത്തെ പദം കിട്ടുന്നത്. അപ്പം T1 പ്ലസ് എന്താണ്? 3D. ഓക്കെ, 3D. അപ്പം 120. ഇതിൽ നിന്ന് 3D സമം 120 മൈനസ് എത്ര? 30. 30 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 90 എന്ന് കിട്ടും. ഡി എത്ര? 90 ഭാഗം 3 30 എന്ന് കിട്ടും. അപ്പം ഡി പൊതുവ്യത്യാസം 30 കിട്ടിയില്ലേ? അപ്പോൾ ഇത് 30 ആണെങ്കിൽ ഇത് 60, ഇത് 90, ഇത് 120. 3 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര? 300 കിട്ടുമോ നോക്കുക. 60 30 90, 90 90 180, 180 പ്ലസ് 120 എത്ര? 300 കിട്ടും. അതുപോലെ ഇവിടെ നമ്മൾ എടുക്കുന്ന സമയത്ത് നോക്കടാ, ഇവിടെ മധ്യപദം കണ്ടുപിടിക്കണം. കാരണം ഇവിടെ എന്താണ്? ഫസ്റ്റ് 5 ടേംസ് ആണ്, 5 പദങ്ങളുടെ തുകയാണ്. ഇവിടെയാണെങ്കിൽ നമ്മൾ എന്താണ്? ഇതുപോലെ ജോഡികൾ എടുക്കണം. ആദ്യത്തെ 6 പദങ്ങളുടെ തുകയാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. സംശയമുള്ളവർ ആൻസർ എന്താണ്? ഈ പറയുന്ന 3ൻ്റെ 4ൻ്റെ ആൻസർ കമൻറ്റ് ചെയ്താൽ മതി. ഡൗട്ടുള്ളവർക്ക് എന്താണ്? കമൻറ്റിൽ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ ആണേ.